ഒരുപാട് കാലത്തിന് ശേഷം ഒരു നല്ലൊരു തലപടം കണ്ടു കേട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാൻ സിനിമ കാണുന്ന ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ്. ആൻഡ് ദ തിയേറ്റർ എക്സ്പീരിയൻസ് മാൻ വേറെ ലെവലായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഞാൻ നാട്ടിലാണ് ഇതിൽ കണ്ടിരുന്നെങ്കിൽ ഇത്രമാത്രം എക്സ്പീരിയൻസ് കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഓവറോൾ ആ ഒരു വൈബ് എനിക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ആൻഡ് മൂവിലോട്ട് വരുവാണെങ്കിൽ തന്നെ 97 റിലീസായ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു മൂവിയുടെ റീമേക്കാണ്, ഒഫീഷ്യൽ റീമേക്കാണെന്നും അറിയത്തില്ല. കാരണം ഇപ്പോൾ കേസ് നടക്കുന്നുണ്ട് സിനിമയുടെ പാരമൗണ്ടുമായിട്ടും എന്തോ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഈ മൂവി ഇത്രയും ഡിലേ ആയത് തന്നെ. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു കപ്പിൾ ഒരു ലോങ് ഡ്രൈവ് പോകും കാറിൽ. ഒരു പോകുന്ന സമയത്ത് ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യും. അതിനെ കണക്ട് ചെയ്ത് പിന്നീട് വരുന്ന ഇവൻറ്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ആൻഡ് സിനിമയിലോട്ട് വരുവാണെങ്കിൽ നൈസായിട്ടുള്ള ഒരു മൂവിയാണ്. അത്ര കിടില മൂവി അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിനെ പോലെ അത്ര ലെവലായിട്ടൊന്നും അല്ല മൂവി എടുത്തു വെച്ചിരിക്കുന്നത്. അതേ കോൺസെപ്റ്റും അതേ രീതിയിലാണ് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ പോകുന്നെങ്കിലും കുറച്ച് ചേഞ്ചസ് അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഓൾറെഡി ഞാൻ ബ്രേക്ക് ഡൗൺ കണ്ടിട്ടുണ്ട്, നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിതിൻ്റെ സ്റ്റോറിയും അല്ലെങ്കിൽ അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നതൊക്കെ നല്ല രീതിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇൻ കേസ് ബ്രേക്ക് ഡൗൺ കണ്ടില്ലെങ്കിൽ പോലും എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെയാണ് മൂവി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ഒരു നൈസ് മൂവി തന്നെയായിരുന്നു. അല്ലാതെ ഒരു ഭയങ്കര മാസമായിട്ടുള്ള അല്ലെങ്കിൽ തലയുടെ വേറെ ലെവൽ ഓഫ് മാസ് ആക്ഷൻ സീക്വൻസ് അങ്ങനെയല്ല. ഇതൊരു പക്ക മാസ് മൂവി എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു ക്ലാസ് മൂവിയാണ്. ഒരു വൺ ടൈം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു നൈസ് മൂവി തന്നെയാണ്. ഓവറായിട്ട് ഒന്നും പ്രതീക്ഷ പോരുത്. ഒരു പക്ക ക്ലാസ് ആയിട്ടുള്ള ഒരു മൂവി കാണാൻ പോകുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്ക് ഡൗൺ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അതേ കോൺസെപ്റ്റുള്ള ഒരു തമിഴ് പടം അല്ലെങ്കിൽ തലയുടെ മൂവി കാണാൻ പോകുന്നുള്ള മൈൻഡ് സെറ്റ് പോകുവാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അവിടെ ഇവിടെയും ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് ഒഴിച്ചു നിർത്തിയ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഈ മൂവിയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു പോർഷൻ ഇതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി തന്നെയാണ്. അടിപൊളിയായിട്ടാണ് മൂവി മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് എക്സിക്യൂഷൻ വാസ് ലൈക്ക് വേറെ ലെവലാണ്. ഒരു പക്ക ഒരു ഹോളിവുഡ് ടച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു മൂവിയുടെ എൻ്റയർ വൈബും ആ ഒരു എഡിറ്റിംഗ് പാറ്റേൺ ആയാലും ശരി, കളറിംഗ് ആയാലും ക്യാരക്ടർ പ്രസൻറ്റേഷൻ ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും ആ ഒരു എൻ്റയർ ആ ഒരു എൻവയോൺമെൻറ്റ് കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ക്വാളിറ്റിയിലോട്ട് എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ ഒരു പക്ക ഹോളിവുഡ് ടച്ച് എന്ന് ഞാൻ പറയാൻ കാരണം നമ്മളിപ്പം ഒരു ഹോളിവുഡ് മൂവി കാണുമ്പോൾ ഉള്ള ഒരു കളർ ടോണും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഉണ്ടല്ലോ, അത് ഈ ഒരു മൂവിൽ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്, നല്ല രീതിക്ക് വർക്കായിട്ടുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രോം ദാറ്റ് ഇതിൽ ഒരു ഇമോഷണൽ കണക്ഷനുണ്ട് ക്യാരക്ടേഴ്സുമായിട്ട്. ഇപ്പം സിനിമയുടെ സ്റ്റോറി അല്ലെങ്കിൽ സിനിമയുടെ കോണ്ടന്റ് പറയുന്നതിന് മുമ്പ് എടുത്ത് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അജിത്തും ദൃശ്യയും അവരുടെ ലൈഫിൽ അവരിപ്പോൾ കടന്നു പോകുന്ന ഫേസ് എന്താണ് അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്താണ്, ആ ക്യാരക്ടേഴ്സ് ഏത് ലെവലിലാണ് നിൽക്കുന്നത്, അതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിനിമയിൽ പറയുന്നുണ്ട്. ആദ്യം നമ്മൾ വിചാരിക്കും ഓക്കെ ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന്. പക്ഷേ ശരിക്കും ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഡെപ്തും അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അവർ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ എത്രത്തോളമാണ് അവരിലുള്ള വിശ്വാസം. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യത്തെ ഒരു 20 മിനിറ്റിൽ ആ ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷനിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇമോഷൻ നമുക്ക് ആ ഒരു എൻ്റയർ മൂവി ക്യാരക്ടറിനോട് കിട്ടുന്നുണ്ട്. ആൻഡ് ചില ഏരിയാസിൽ അത് വർക്കായില്ല, അത് ഞാൻ ടു ബി ഫ്രാങ്ക് എടുത്ത് പറയാം. ആൻഡ് ഈ ഒരു മൂവിയുടെ ആക്ഷൻ സീക്വൻസിലോട്ട് വരുവാണെങ്കിൽ സിനിമ സ്റ്റാർട്ട് ചെയ്ത എൻഡ് വരെ ഫുൾ ആൻഡ് ഫുൾ ആക്ഷൻ സീക്വൻസ് ആകെ കുറച്ചൊക്കെ ഉള്ളൂ. ഉള്ളത് അടിപൊളിയായിട്ടും ചെയ്തിട്ടുണ്ട്. ഒരു പക്ക ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ട്രാക്കിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള, അതിപ്പം എഡിറ്റിംഗ് ആയാലും ശരി, അതിൻ്റെ കൊറിയോഗ്രാഫി ആയാലും ശരി, അങ്ങനെയാണ്. കാരണം തല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അജിത്തിൻ്റെ ഈ സിനിമയിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു കോമൺ മാനാണ്. സോ ആ ഒരു ക്യാരക്ടറിന് പോകുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു അടി അങ്ങോട്ട് കൊടുത്ത് രണ്ടടി ഇങ്ങോട്ട് തിരിച്ച് കിട്ടും. ആ ലെവലിലാണ് ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ആക്ഷൻ സീക്വൻസിൻ്റെ കാര്യം പറയുമ്പോൾ കൊറിയോഗ്രാഫി, എഡിറ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻ്റയർ എക്സിക്യൂഷൻ മാൻ പൊളിയായിരുന്നു കേട്ടോ. അതും എസ്പെഷ്യലി ഒരു കാറിൻ്റെ അകത്തുള്ള ഷോട്ടുണ്ട്. ആൻഡ് അവിടെ വരുന്ന അനിരുദ്ധിൻ്റെ BGM രണ്ടും കൂടി തന്നൊരു ഫീൽ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. അതുവരെ ഒരു സ്ലോ പേസിൽ പോയിട്ട് പെട്ടെന്നൊരു ബൂസ്റ്റ് മാൻ, അത് കിട്ടില്ലായിരുന്നു. ആൻഡ് അനിരുദ്ധ് എപ്പോഴും പോലെ തന്നെ അടിപൊളി തന്നെ മൂപ്പർ ചെയ്തിട്ടുണ്ട്. മൂപ്പറുടെ ആ ഒരു സൗണ്ട് ട്രാക്കും സിനിമയിലെ വിഷ്വൽസും ഒക്കെ ബ്ലെൻഡ് വന്ന് ചില സീക്വൻസ് ഒക്കെ ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് വേറെ ലെവലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ സിനിമയുടെ കഥയും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ എൻ്റെ മൂവി എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് എൻ്റെ എന്നൊക്കെ അറിഞ്ഞിട്ട് പോലും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടണമെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തന്നെ സിനിമ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് മൂവിയുടെ ഒരു സ്റ്റോറിയുടെ ഒരു സ്പേസ് നോക്കുവാണെങ്കിൽ തന്നെ നല്ല സ്ലോ പേസ് ആയിട്ടാണ് സിനിമ പോകുന്നത്. അല്ലാതെ സിനിമ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് വരെ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഭയങ്കര സീറ്റ് വെച്ചിട്ടുള്ള അങ്ങനെയൊന്നല്ല, ഭയങ്കര സ്ലോ പേസാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഇവൻറ്റിൽ ഇവർ പോകുന്നതും ആ ഇവൻറ്റ് ഇവർ ഫേസ് ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര സ്ലോ പേസ് ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ബ്രേക്ക് ഡൗൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സിനിമയിൽ ഒരുപാട് ചേഞ്ച് വന്നുകൊണ്ട് തന്നെ പല ഏരിയാസും എനിക്ക് അങ്ങനെ വർക്കായില്ല. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ നൈസ് ആണെങ്കിലും ചില ഏരിയാസ് ഓക്കെ ഇത് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു, അല്ലെങ്കിൽ ചില ഏരിയാസിലൊക്കെ ലോജിക്കലിയോ അല്ലെങ്കിലും എങ്ങനെ നോക്കുവാണെങ്കിൽ തന്നെ ഇത് കുറച്ചുകൂടി അടിപൊളിയാക്കാമെന്ന് തോന്നിയ ഒരുപാട് ഏരിയാസ് ഉണ്ടെങ്കിലും ഓവറോൾ നൈസ് ആയിരുന്നു. എൻ്റെ ഒരു തോട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ബ്രേക്ക് ഡൗൺ അതുപോലെ ഒരു ചേഞ്ചസും ചെയ്യാതെ കൊണ്ടുവരുന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായി വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസിൽ പോയതിനെ. കാരണം അങ്ങനത്തെ ലെവൽ ഓഫ് മൂവിയാണ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അത് ഇതുവരെ കാണാത്തവരാണ് ജസ്റ്റ് കണ്ടു നോക്കുക, വിടാമുറിച്ച് കണ്ടിട്ട് പോയി കണ്ടു നോക്കുക, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും.
സോ അതല്ലാതെ വേറെ നെഗറ്റീവായിട്ടൊന്നും എനിക്ക് ഈ ഒരു മൂവിയിൽ തോന്നിയിട്ടില്ല. നൈസായിട്ട് തന്നെ മൂവി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾറെഡി മൂവിയുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് സിനിമ കണ്ടത്. എന്നിട്ടും നല്ലൊരു ഫീൽ തന്നെയായിരുന്നു. ആൻഡ് എസ്പെഷ്യലി തല വാസ് ലൈക്ക് വേറെ ലെവലായിട്ടുണ്ട്. ഇപ്പോൾ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൂവിയുടെ പ്രസൻറ്റേഷൻ എങ്ങനെ ആയിക്കോട്ടെ, ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അതിൻ്റെ കൂടെ തന്നെ അനിരുദ്ധിൻ്റെ BGM കൂടി വരുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല, ലെവൽ ആയിരുന്നു. സോ എന്തായാലും ഈ ഒരു മൂവി എല്ലാവരും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.